നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ഉണ്ടല്ലോ നല്ല എട്ടിന്റെ പണി കിട്ടിട്ടോ. നമ്മുടെ കിച്ചണിലെ സിങ്ക് ബ്ലോക്കായി, അതുകൂടാണ്ട് താഴെ പൈപ്പ് ലീക്കായി വെള്ളക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വെള്ളം ലീക്കായി പോണ കാര്യം ഞാൻ കാണുന്നില്ല. അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം എടുക്കാൻ വേണ്ടി തുറന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ലീക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീണോണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞാനും ഐസും കൂടി അവിടുത്തെ പാത്രങ്ങളൊക്കെ ബാൽക്കണിയിൽ എടുത്ത് വെച്ചു. രാത്രി ആയതുകൊണ്ട് മെയിൻ്റനൻസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല. 5 മണി വരെ ഉള്ളൂ, വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. ഇത് നടക്കണത് 10 മണി 10:30 ആയപ്പോഴാണ്. അപ്പൊ ഇന്ന് രാവിലെയാണ് അവര് വിളിച്ചിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ കുറച്ച് കഴിയുമ്പോഴേക്കും വരും ശരിയാക്കാനായിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ കെട്ടി നിന്നിട്ട്, മാത്രമല്ല പാത്രങ്ങളൊന്നും ഇനി കഴുകാണ്ട് എടുക്കാനും പറ്റില്ല. അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയാലേ ഇനി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ആയിഷ ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ അത് ചൂടാക്കിയിട്ടാണ് അവള് കൊണ്ടുപോയതും കഴിച്ചതൊക്കെ. അപ്പൊ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചാച്ചനോട് ഞാൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ചാച്ചൻ കഴിച്ചിട്ടും വരും. ഞാൻ പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പുട്ടിനുള്ളതൊക്കെ കുഴച്ചൊക്കെ വെച്ച് കടലക്കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ ഇന്ന് രാവിലെ അവിടെ കിച്ചണിൽ നിന്നിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മനസ്സ് വരണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയിപ്പോ അവര് കുറച്ച് കഴിയുമ്പോൾ മെയിൻ്റനൻസുകാർ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കിനി ബാക്കി അവര് വന്നിട്ടും ഇതൊക്കെ കാണാം കേട്ടോ. എനിക്കുള്ള ഫുഡ് ചാച്ചൻ വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആളെത്താനായിട്ട് ഇച്ചിരി ലേറ്റ് ആവും, അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി കേട്ടോ. ഐശു രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ പോവും. അപ്പോൾ തലേദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം പാത്രം കഴുകാത്ത രീതിയിൽ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ചൂടാക്കിയിട്ട് പിന്നെ ചായ വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചായ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും കൂടി ചേർത്ത് വെച്ചു. എപ്പോഴും പാത്രം കഴുകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ചായ ഞാൻ ചൂടാക്കിയിട്ട് ദീദിൻ്റെ ഒപ്പം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മെയിൻ്റനൻസുകാരൊക്കെ വന്ന് അത് ശരിയാക്കി കഴിയുമ്പോൾ എനിക്ക് ആ പാത്രങ്ങൾ കഴുകി വെക്കാമല്ലോ. മെയിൻ്റനൻസുകാർ വന്നേക്ക് മുമ്പേ ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ വന്ന് അവരുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പണി പെട്ടെന്ന് തന്നെ തുടങ്ങി തീർക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു പോയി അവരുടെ ടൂൾസൊക്കെ എടുത്ത് വന്ന് പണി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്ത് പൈപ്പ് ഇങ്ങനെ ലീക്കേജ് വന്നിട്ട് അവർ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ. അങ്ങനെ അവർ വന്ന് ശരിയാക്കിയിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ആവശ്യം തലേദിവസം രാത്രി പാത്രങ്ങളൊക്കെ ബാൽക്കണിയിലേക്ക് എടുത്തു വെച്ചു. ഇനി ഇതൊക്കെ കഴുകിയിട്ട് വേണം തിരിച്ചെടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ പണി ആരംഭിച്ചു കേട്ടോ. നല്ല 1.5 പണി തന്നെയായിരുന്നു. തുടച്ച് അതിൻ്റെ ആ ഒരു വേസ്റ്റ് വാട്ടർ എണ്ണമയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. ഭയങ്കര ചെറിയ രീതിയിൽ സ്മെല്ലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തലേദിവസം തുടങ്ങി കെട്ടിക്കിടക്കണതല്ലേ. അങ്ങനെ ഒരു കണക്കിന് അത് തുടച്ചെടുത്ത് പിന്നെ ലോഷനൊക്കെ ഇട്ട് തുടച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചു കേട്ടോ. പക്ഷെ എനിക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ എന്താ, കിച്ചണിലൊക്കെ ഇങ്ങനെ നടന്നിട്ടല്ലേ ഹോളിലേക്ക് പോയത്, അപ്പോൾ ഹോളിലും ഇതിൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹോളും അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മൊത്തത്തിലൊരു ക്ലീനിങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഞാനിപ്പോൾ എന്ത് പണിയെടുക്കാനാണെങ്കിലും പാട്ട് വെക്കും കേട്ടോ. പാട്ട് മസ്റ്റാണ്. ഒന്നെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേ ഇങ്ങനെ പണിയെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാട്ട് കേട്ട് പണിയെടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. ഇത് കുറച്ച് നീണ്ടു നിൽക്കുന്ന പണിയായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചില്ല. കാരണം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരായിട്ട് സംസാരിച്ച് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല. അതുകൊണ്ട് ഈ പണി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച്. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഡെയിലി അടിച്ച് തുടച്ച് വാരണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യാം. അങ്ങനെ ഹോളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ഞാൻ ഫ്രിഡ്ജ് വന്ന് ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും പഴയതായിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ള് തുടച്ച് അതും ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കവറിലുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ബോക്സിലാക്കി വെച്ച് എല്ലാം സെറ്റാക്കി. കഴിഞ്ഞൊരു തവണ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി. ഐസൊക്കെ നല്ല വെള്ളം പോലെ ആയി പോയിട്ടാ. അതുകൊണ്ട് ഇത്തവണ
ക്ലീൻ ആക്കി കഴിഞ്ഞ് അപ്പം തന്നെ സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ബാക്കി പണിയൊക്കെ ഞാൻ ആരംഭിച്ചത്. എന്തായാലും ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. എന്നാൽ പിന്നെ കബോർഡ്സ് ഒക്കെ ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് കബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ എഴുതപ്പനും ഡോണും ഇവിടെ ഉള്ള സമയത്ത് ചാച്ചൻ ഇങ്ങനെ അവർക്ക് കറുമുറ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഈ ജെംസ് മിഠായും അതിൻ്റെ ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജെംസ് എനിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ തീരെ ഇഷ്ടമല്ല. ഒന്നാമത് കളറാണ്. അപ്പോൾ ചാച്ചൻ 2 എണ്ണമൊക്കെ വാങ്ങിക്കൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വെച്ച് ജെംസിൻ്റെ ബോക്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിട്ടോ. കാരണം ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ആ സമയത്ത് മാറ്റി വെക്കുന്നതായിരിക്കും, പിന്നെ എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല ഞാനിങ്ങനെ ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ ആ ജെംസിൻ്റെ മിഠായിയുടെ പാക്കറ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്തു, ഫ്രിഡ്ജും ക്ലീൻ ചെയ്തു. ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകലാണ് കേട്ടോ. ഇതൊരു 1.5 ടാസ്ക് തന്നെയാണ്. കാരണം ഒരു ലോഡ് പാത്രം ഉണ്ട് കഴുകാനായിട്ട്. ഫോണൊന്നും അതിൻ്റെ ഇടയിൽ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നിന്ന നിപ്പിൽ ഈ പണികൾ ഫുള്ള് ഞാനങ്ങ് ചെയ്ത് തീർത്തു കേട്ടോ. അറ്റ് ലാസ്റ്റ് എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ മുറിയാണെങ്കിലും കിച്ചണായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്, എന്ത് രസമാണ് ഈ ക്ലീൻ ചെയ്ത് കിടക്കണ കാണാനെന്നൊക്കെ ഞാനിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കൂ കേട്ടോ. എന്ത് രസം, അങ്ങനെ തന്നെ കിടക്കണില്ലേ, ഞാൻ ക്ലീൻ ചെയ്ത പോലെ തന്നെയല്ലേ കിടക്കുന്നത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അങ്ങനെ ഹോളും ക്ലീൻ ചെയ്തു, കിച്ചണും ക്ലീൻ ചെയ്തു, റൂമും ക്ലീൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി പോയി കുളിച്ചിട്ട് വരണം. കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറും എന്തോളും. അങ്ങനെ കുളിയും കഴിഞ്ഞു. കറിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും ഉണ്ട്, ക്യാബേജും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചാച്ചൻ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. അതുവരേക്കും ഇനി എനിക്ക് റെസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാച്ചൻ വന്നു. അങ്ങനെ ചാച്ചനുള്ള ഫുഡൊക്കെ എടുത്തു, എനിക്കുള്ള ഫുഡ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ വന്നു കഴിയുമ്പോൾ ചാച്ചനിപ്പോൾ ഒരു 10:30-11 മണി, ചിലപ്പോൾ 11:30 ആവട്ടോ വരുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു മൂവി വെക്കും, ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാനായിട്ട് ഏതെങ്കിലും ഒരു മൂവി വയ്ക്കും. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല, കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഒരു 12 മണി 12:30 വരെയെങ്കിലും ടി വിക്ക് മുന്നിലിരിക്കും. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്തായാലും നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക. ആ ഒരു മൂവിയുടെ ബാലൻസ് പാർട്ടാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു തമിഴ് മൂവിയായിരുന്നു, പ്രേതത്തിൻ്റെ മൂവിയാണ്. അതാണ് ഇങ്ങനെ കണ്ണ് ചിമ്മാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണേട്ടാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു കുടിക്കാനായിട്ട് സർബത്ത് എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു സർബത്തൊന്നല്ല, ഒരു സ്പെഷ്യൽ ഐറ്റം ഞാനിപ്പോൾ തരാം, അതങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ സംഭവമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പം ഇങ്ങനെ എപ്പോൾ ഫീഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യണത്. നമ്മൾ ഈ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ മാംഗോയും വാനില ഐസ്ക്രീമും മാത്രമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ കയ്യിലാണെങ്കിൽ സാധനങ്ങളും ഉണ്ട്, വാനില ഐസ്ക്രീമും ഉണ്ട്, മാംഗോയും ഉണ്ട്. എന്നാൽ പിന്നെ ട്രൈ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. നാട്ടിൽ നിന്ന് ഞാൻ മൂവാണ്ട മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അത് പഴുത്ത് ഞങ്ങൾ തലേ ദിവസം ഈ ഒരു വാനില ഐസ്ക്രീമിലിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര പുളിയായിരുന്നേ. പക്ഷേ ഈ ഒരു മാങ്ങ ഇതിന് കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങ് എടുത്ത് നോക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് പിന്നെ കട്ടിംഗ് പാഡൊക്കെ കഴുകി അങ്ങ് വെച്ചിട്ട് മാങ്ങ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതൊന്നും കൂടി കുഞ്ഞാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കും ചാച്ചനും കൂടി ഞാൻ ഒരൊറ്റ ബൗളിലാണ് എടുക്കണത്. പിന്നെ അവസാനം അടിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് മാങ്ങ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അടിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാങ്ങ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുഞ്ഞാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കൂടി ഇട്ടു കേട്ടോ. ഐസ്ക്രീം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. ഞാൻ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു ഐസ്ക്രീം തന്നെ ഇനി വാങ്ങിയാൽ മതി എന്ന്. പൊതുവേ എനിക്ക് ഈ വേറെ ഐസ്ക്രീം ഒന്നും ഇവിടുത്തെ ഇഷ്ടമല്ല. ആകെ എനിക്ക് ഇഷ്ടമുള്ളത് മാക്ഡൊണാൾഡ്സിലെ ആ ഒരു കോൺ ഉണ്ടല്ലോ, ആ ഒരു ഐസ്ക്രീം മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഐസ്ക്രീം. അങ്ങനെ ഞാൻ ചാച്ചന് കൊണ്ട് കൊടുത്തു കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ സിനിമ. ഒന്നാമത് നല്ല ചൂടാണല്ലോ, ഈ ചൂട്ടത്ത് ഇച്ചിരി തണുപ്പൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. കാര്യം വീടിൻ്റെ അകത്താണ് ഇരിക്കണമെന്നുണ്ടെങ്കിലും നല്ല ചൂടാണ് അകത്തേക്ക് അടിക്കണത്. പിന്നെ നമുക്ക് ഫുൾ ടൈം എ സി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, കറണ്ട് ബില്ല് കൂടുമല്ലോ. അതുകൊണ്ട് എ സി ഒക്കെ ആവശ്യത്തിന് ഇടുള്ളൂ. അല്ലാത്ത നേരത്ത് നമ്മൾ ടേബിൾ ഫാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ചാച്ചൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ വീഡിയോയും എഡിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അലാം വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് എണീക്കാനായിട്ട്. ആളുടെ ടൈം ആയി കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റ് പോവാൻ നിൽക്കുകയാണേ. എപ്പോൾ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും.
കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് ഷൂ ഇടണം എന്നുള്ളത്. മുൻപൊക്കെ ചാച്ചന് വാച്ചിനോടായിരുന്നു ഭയങ്കര ക്രേസ്, പക്ഷെ ഇപ്പോൾ ഷൂവിനോടായിട്ടോ. അങ്ങനെ ഒരു ഷൂ ഫൈനലൈസ് ചെയ്തിട്ട് ഇതേ ആൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഫോൺ സോഫയിലായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു കൊടുത്തു കേട്ടോ. ഇന്നലെ പേഴ്സ് എടുക്കാനാണ് മറന്നുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പേഴ്സ് തപ്പിയിട്ടുണ്ടാവും. ആ തപ്പിയ സമയത്ത് കാണാണ്ടായപ്പോൾ എന്നെ വിളിച്ചേക്കാണ്, എടി പേഴ്സ് റൂമിലുണ്ടോയെന്ന് നോക്കിയെന്നും പറഞ്ഞിട്ട്. റൂമിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രോയറിൽ പേഴ്സ് ഉണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് സമാധാനമായത്. അങ്ങനെ ദേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എനിക്കുള്ള ഒരു ഉമ്മയും തന്നിട്ട് ആള് പോയിട്ടാ. എൻ്റെ അമ്മയൊക്കെ പപ്പ എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മായണ വരേക്കും അമ്മ നോക്കി നിൽക്കൂട്ടോ. അതേപോലെ തന്നെയാണ് ഞാനും. ചാച്ചൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മായണ വരേക്കും ഞാനിങ്ങനെ നോക്കിക്കും. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറാട്ടാ. കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വന്നേക്കാണ്, കാർഡ് തിരിച്ചു വെച്ചോന്നും ചോദിച്ചിട്ട്. അപ്പോൾ വെച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വിട്ടുട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞാൻ ശരിക്കും ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.